സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തോട് അനുബന്ധിച്ച് യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പുണ്യ റസൂൽ മുഹമ്മദുൻ. യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും. യൂഫ്രട്ടീസ് വറ്റും. ഈ സ്വർണ്ണമലകൾക്ക് വേണ്ടി വലിയ യുദ്ധവും ദുരന്തങ്ങളും വലിയ കൂട്ടക്കൊലകളും കുരുതികളും നടക്കും. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകരുത്. പ്രത്യക്ഷത്തിൽ ഇത് ലാഭമാണെന്ന് തോന്നുമെങ്കിലും ഭൂമിയിലെയും അവിടുത്തെ സർവ മനുഷ്യരുടെയും 99% ജനങ്ങളുടെയും ദുരന്തവും മരണവും ആയിരിക്കും ഈ സ്വർണ്ണമലകളുടെ ദുരന്ത ഫലം എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീത്തുമായി സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും എല്ലാം ഈ ഹദീത്ത് അപ്രകാരം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോൾ സ്വർണ്ണമലകൾ യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും. യൂഫ്രട്ടീസ് നദി എന്ന് പോലുമല്ല, യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും, നിങ്ങൾ എടുക്കരുത്, അതുവഴി ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീത്തുകളെയെല്ലാം സാമ്പ്രദായികമായ നിലയിൽ നോക്കിക്കണ്ടപ്പോൾ വന്നിട്ടുള്ള അപകടങ്ങൾ വളരെ വലുതാണ്. ഹദീസുകളെല്ലാം സാമ്പ്രദായിക രീതികളാണ് നമ്മൾ പലരും നോക്കിക്കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു പ്രശ്നം എന്തെന്നാൽ, ഒരു ഹദീത്ത് എന്ന് പറയുന്നത് എല്ലാ ഹദീസും എല്ലാ കാലത്തിനും വേണ്ടിയുള്ളതല്ല. ഒന്നാം കാലക്കാർക്കും അവസാന കാലക്കാർക്കും ബാധകമായ ഹദീസുകൾ ഉണ്ട്. രണ്ടാം നൂറ്റാണ്ടുകാർക്ക് ബാധകമായ ഹദീസുകൾ ഉണ്ട്. മൂന്നാം നൂറ്റാണ്ടുകാർക്ക് ബാധകമായ ഹദീസുകൾ ഉണ്ട്. 15-ാം നൂറ്റാണ്ടുകാർക്ക് മാത്രം ബാധകമായ ഹദീസുകളും ഉണ്ട്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ. 15-ാം നൂറ്റാണ്ടുകാർക്ക് ബാധകമായ ഹദീസുകളും ഉണ്ട്. ശ്രദ്ധിക്കണേ. അപ്പോൾ 15-ാം നൂറ്റാണ്ടുകാർക്ക് മാത്രം ബാധകമായ ഒരു ഹദീസിനെ 1, 2, 3, 4, 5, 6 മുതൽ 14 നൂറ്റാണ്ടുകാരായ ആളുകൾ ഇതിന്റെ കൈമാറ്റക്കാർ മാത്രമാണ്. എന്തുകൊണ്ട്? അതിനെ അവർക്ക് പൊളിച്ച് പരിശോധിക്കാൻ കഴിയില്ല. വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ മുഹമ്മദ് നബിയെ പറ്റി നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കാഫത്തല്ലിന്നാസി ബഷീറൻ വനദീറൻ അല്ലേ? പറയും അല്ലേ? പറയും ആണോ അല്ലേ? എന്താ അതിനർത്ഥം? കാഫത്തല്ലിന്നാസി ബഷീറൻ വനദീറൻ, സകല കാല ജനങ്ങൾക്കുമുള്ള മുന്നറിയിപ്പുകാരൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളും മുന്നറിയിപ്പുകാരനുമാണ് മുഹമ്മദ് മുസ്തഫ. ശരി, ശരി. സകല കാലത്തെ ജനങ്ങൾക്കും മുന്നറിയിപ്പുകാരനാണ് മുഹമ്മദ് മുസ്തഫ. ആറ്റമിക് എനർജിയെ വിഭജിക്കാനുള്ള സാങ്കേതിക ശാസ്ത്രം ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കൻ സയന്റിസ്റ്റുകൾക്ക് കൈമാറുന്നത് 940-കൾക്ക് ശേഷമാണ്. 955-ലാണ് ഐൻസ്റ്റീന്റെ മരണം എന്നാണ് എന്റെ വിശ്വാസം. 940-കളൊക്കെ ഐൻസ്റ്റീന്റെ ഒരു വല്ലാത്ത കാലഘട്ടം. ആറ്റമിക് എനർജി വിഭജിക്കപ്പെട്ടതിന് ശേഷം ആറ്റം ബോംബുകൾ വന്നു, അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറയാണോ അല്ലേ? അപ്പൊ 940-കൾക്ക് ശേഷമാണ് ആറ്റം ബോംബുകളുടെ കാലം വരുന്നത്. 945-ലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലേ? ആണോ അല്ലേ? ഇതൊരു ഭയാനകമായ കാര്യമാണോ അല്ലേ? ആറ്റം ബോംബുകൾ ഭയാനകമായ കാര്യമാണോ അല്ലേ? ആറ്റം ബോംബുകൾ ഭയാനകമായ കാര്യമാണോ അല്ലേ? ആണ്. അപ്പോൾ നദീറല്ലേ മുഹമ്മദ്? അപ്പൊ ഇയാൾ ഇത് മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ ഈ ആൾ നദീർ ആവില്ലല്ലോ.
ലിൽ അറബല്ല കാഫത്തൽ ലിന്നാസ്. ഹദീസാണെങ്കിൽ നമുക്ക് ലൈഫാക്കാം, ഖുർആനാവുമ്പോൾ ലൈഫാക്കാൻ നിർവാഹമില്ല. അപ്പൊ സകലകാല ജനങ്ങൾക്കും അപകടങ്ങളുടെ മുന്നറിയിപ്പുകാരനല്ലേ മുഹമ്മദ് നബി? അപ്പോൾ ആറ്റം ബോംബിന്റെയും മുന്നറിയിപ്പുകാരനല്ലേ മുഹമ്മദ് നബി? അപ്പോൾ ആറ്റം ബോംബിനെ കുറിച്ചുള്ള ഹദീസുകൾ ഉണ്ടാവുമല്ലോ. ഉണ്ടായില്ലെങ്കിൽ കാഫത്തിൽ ലിന്നാസി നദീറാവൂലല്ലോ. ആ ഹദീസുകൾ കണ്ടെത്താത്തത് നമ്മുടെ ബുദ്ധിശൂന്യത എന്ന് മാത്രമല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഇല്ലേ? ഇപ്പോൾ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ വിപത്ത് രാസായുധങ്ങളാണ് അല്ലേ? പറ, ഇന്നത്തെ മാനവരാശിയുടെ ഏറ്റവും വലിയ ഭയാനകമായ ഒരു പ്രതിസന്ധി രാസായുധങ്ങളാണ്. രാസായുധങ്ങൾ ഒരു ഭയാനകമായ അപകടമല്ലേ? ആണോ? അല്ലേ? ആണ്. ലോകാവസാനം വരെ വരുന്ന ഫിസിക്കലായാലും സ്പിരിച്വലായാലും ഏത് നിരക്കുമുള്ള മുന്നറിയിപ്പുകാരനല്ലേ മുഹമ്മദ് നബി? ആണോ? അല്ലേ? ആണ്. അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർന്നു പുറത്തു പോവല്ലോ. ആണല്ലോ. അപ്പോൾ രാസായുധങ്ങൾ നബിയുടെ ഹദീസിൽ ഉണ്ടാവേണ്ടേ? അതിന് രാസായുധം എന്ന് പറയില്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? അതിന് രാസായുധം അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ പറയോ? അങ്ങനെ പറയോ? പറയും മനുഷ്യന്മാരെ, അങ്ങനെ പറയോ? ഇല്ല. ലോകാവസാനം എടുത്താൽ വിമാനത്താവളങ്ങളും വിമാനങ്ങളും ഉണ്ടാകുമെന്ന് നബിയുടെ ഹദീസിൽ ഉണ്ടാവേണ്ടേ? 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 ഉണ്ടാവണമല്ലോ. കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറൻ. ഇതൊക്കെ ഗൗരവമായി നമ്മൾ പഠിക്കണം. പക്ഷെ നമ്മുടെ തലമുറ ഈ വിഷയത്തെ ആ വിധത്തിൽ സമീപിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പലർക്കും രാജാക്കന്മാരെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്തൽ അനിവാര്യതയായി. യൂഫ്രട്ടീസിൽ ഉയരുന്ന സ്വർണ്ണമലകൾ എന്ന് പറയുന്നത് തികച്ചും പെട്രോളിയം മാത്രമാണ്. അതല്ലാന്ന് ലോകത്തൊരാൾക്ക് പറയാൻ കഴിയില്ല. അതിന് ഞാൻ നൂറുകണക്കിന് തെളിവുകൾ കൊണ്ട് ഇത് നിറച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ഈ പുസ്തകം പഠിച്ചാൽ നിങ്ങൾ പറയും കൃത്യമായും ഇത് പെട്രോളിയമാണ്. ലോകാവസാനം അടുക്കുമ്പോൾ യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരിക്കലും സ്വർണമാവാൻ വയ്യ എന്ന് ഇതിന്റെ 15-ാം പേജിൽ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? സ്വർണ്ണമലകൾ ഉയർന്നു വരുമെന്ന് പറഞ്ഞാൽ മലകൾ കണക്കെയുള്ള ആധിക്യം വരുമെന്നാണല്ലോ. സ്വർണം കൂടിയാൽ ഒരിക്കലും സ്വർണം സമ്പത്താവില്ല. സ്വർണത്തെ സമ്പത്താക്കിയത് സ്വർണത്തിന്റെ കുറഞ്ഞ ലഭ്യത മാത്രമാണ്. ഈ ലോകത്ത് ഇക്കാലം വരെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത സ്വർണം ഏകദേശം ഒരു ഒളിമ്പിക് നീന്തൽ കുളത്തിൽ ഉൾപ്പെടുത്താനുള്ള അളവിൽ മാത്രമാണ് എന്ന് വളരെ കൃത്യമായ തെളിവോട് കൂടി ഈ പുസ്തകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പുസ്തകം കയ്യിലുള്ള ആളുകൾക്ക് പരിശോധിക്കാം. 15-ാം പേജിലുണ്ട്. മീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര കട്ടക്കുള്ളിൽ ഉൾക്കൊള്ളാവുന്ന അത്ര സ്വർണം മാത്രമേ ഇന്ന് വരെയുള്ള മനുഷ്യരാശി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ളൂ. 20.7 മീറ്റർ 20 മീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു കട്ടക്കുള്ളിൽ അടക്കി വെക്കാൻ കഴിയുന്ന അത്ര സ്വർണം മാത്രമാണ് മനുഷ്യരാശി ഇന്ന് വരെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തത്. ഇന്ന് വരെ. എന്ന് മുതൽ BC 5000, BC 6000, BC 7000, ഒരുപക്ഷെ BC 10,000. ആദം നബി വന്നിട്ട് 15,000 കൊല്ലമായി
എന്തായാലും ഇനി BC 5000 ആയാലും 7000 ആയാലും ഇന്ന് വരെ മനുഷ്യരാശി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തത് 20 മീറ്റർ ഉയരം, വീതി, നീളമുള്ള ഒരു സമചതുര കട്ടക്കുള്ളിൽ അടുക്കി വെക്കാൻ കഴിയുന്ന സ്വർണം മാത്രമേ ഈ ഭൂമിയിൽ ഇന്ന് വരെ മനുഷ്യരാശി കുഴിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്വർണത്തിന് വില കൂടാനുള്ള കാരണം എന്ത്? സ്വർണത്തിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വില കൂടിയല്ലോ. നിലവിൽ സ്വർണത്തിന് വില എത്രയാ പറയും? നിലവിൽ സ്വർണത്തിന് വില എത്രയാ? ജ്വല്ലറിക്കാർ മുതലാളിമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പറയും. സ്വർണ്ണമലകൾ എന്ന് കേട്ടതുകൊണ്ട് വന്നതായിരിക്കാം മുതലാളിമാരൊക്കെ. സ്വർണ്ണ മുതലാളിമാർ ഇവിടെ ഉണ്ട്, ജ്വല്ലറിക്കാരൊക്കെ ഉണ്ട്. ഇനി അറാറു ഊസൻ അങ്ങനത്തെ കുറെ തലകളും ഞാൻ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജ്വല്ലറിക്കാരൊക്കെ ഉണ്ട്. സ്വർണ്ണമലകൾ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ വന്നതായിരിക്കും അവര് മിക്കവാറും. മല പോലെ സ്വർണം കിട്ടുകയാണെങ്കിൽ മല പോലെ പൈസ ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട ഏമാന്മാരെ, ഇതിന് വില കൂടാനുള്ള കാരണം അത് മലയല്ലാത്തത് കൊണ്ടാണ്. മലയായാൽ അന്ന് ഇതിന് വില കുറയും. സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു ലോഹമായിരുന്നു അലുമിനിയം. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വിലയുള്ള സാധനം അലുമിനിയം. ലോകത്ത് ലോക ചരിത്രത്തിൽ ഏത് കാലവും 19ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണത്തെക്കാൾ വിലയുള്ള ലോഹം അലുമിനിയമായി. അതേ അലുമിനിയം പിന്നീട് ഭൂമിയിൽ എവിടെ നിന്നും ഒരാൾക്ക് ശേഖരിക്കാനുള്ള ഒരു പുതിയ മെത്തേഡ് 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ലോകം കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഏത് ഭൂമിയിൽ നിന്നും എടുക്കാൻ കഴിയുന്ന ഒരു മെറ്റലാണ് എന്ത്? അലുമിനിയം. അലുമിനിയം ഏറ്റവും കൂടുതൽ കുഴിച്ചെടുക്കുന്ന ഒരു നാടാണ് ഏത്? കേരളം. സർസിപിയുടെ കാലത്ത് സർസിപി തന്നെ ഉപകരണം നൽകി ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു എന്ത്? അലുമിനിയത്തെ. അലുമിനിയം കണ്ടുപിടിച്ചതോടുകൂടി അലുമിനിയം അങ്ങോട്ട് ഉയർന്നു. ലോകത്ത് ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിലും ഒരാൾക്ക് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുള്ള ഒരു ലോഹമായി ഉയർന്നു ഏത്? അലുമിനിയം. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വിലയില്ലാത്ത സാധനം, ഏറ്റവും വിലയില്ലാത്ത ലോഹം, ഒരു പിച്ചക്കാരൻ കയ്യിലെടുക്കുന്ന ഒരു പാത്രം, സാധാരണയായ ഒരു പിച്ചക്കാരന്റെ പാത്രം അലുമിനിയം. ഒരു കാലത്ത് രാജാക്കന്മാർ പോലും ഉപയോഗിക്കാത്ത പാത്രമായിരുന്നു അലുമിനിയം. എന്തുകൊണ്ട്? അലുമിനിയത്തിന് ലഭ്യത വളരെ കുറവായിരുന്നു. പിന്നെ മല കണക്കെ അലുമിനിയം ഭൂമിയിൽ എവിടെയും ശുദ്ധീകരിച്ചെടുക്കപ്പെട്ടു. അപ്പോൾ ലോകത്തെ ഏറ്റവും വിലയില്ലാത്ത ലോഹമായി എന്ത്? അലുമിനിയം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അലുമിനിയം എന്ന് ആർക്കും വേണ്ട. ഇന്ന് രാജാക്കന്മാർക്ക് വരെ മന്ത്രിമാർ ഉപയോഗിച്ച രാജാക്കന്മാർ തലവെട്ടു. ചില രാജസദസ്സുകളിൽ രാജാക്കന്മാർ മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഏതിൽ? അലുമിനിയത്തിൽ. സ്വർണത്തിൽ മന്ത്രിമാർ, വെള്ളിയിൽ പ്രഭുക്കന്മാർ. രാജാവ് എന്തിൽ? അലുമിനിയത്തിൽ മന്ത്രിമാർ, സ്വർണത്തിൽ പ്രഭുക്കന്മാർ, വെള്ളിയിൽ. ഇന്ന് ഒരു പുരയിലെ പട്ടിക്ക് കഞ്ഞി കൊടുക്കുന്ന സാധനമാണ് എന്ത്? എന്താ നിങ്ങൾക്ക് മിണ്ടാട്ടം നിന്നത്? എന്തുകൊണ്ട്? മല പോലെ പൊങ്ങി, ഭൂമിയിൽ എവിടെയും മല പോലെയായി. മല എന്നതിന് മനസ്സിലായില്ലേ? ഒരു സാധനത്തിന്റെ കസ്റത്തുൽ ഹുസൂൽ എവിടെയും കിട്ടും. അങ്ങനെ വന്നപ്പോൾ ആ ലോഹത്തിന് ഒരു വിലയില്ല. അതായത് മന്ത്രിമാർ അലുമിനിയം ഉപയോഗിച്ച രാജാവ് കൊന്നുകളയും. മന്ത്രിമാർക്ക് അധികാരമില്ല. യൂറോപ്പിലെ ചില രാജാക്കന്മാർ കിരീടം വെക്കുമ്പോൾ കിരീടത്തിൽ ചില കഷ്ണങ്ങൾ, ഭംഗിക്ക് വേണ്ടി ചില കഷ്ണങ്ങൾ എന്ത് ചെയ്യും? അലുമിനിയം വെക്കും. എന്തിന്? അലുമിനിയം വെച്ചാൽ വലിയ രാജാവായി. സ്വർണത്തിനിടയിൽ അലുമിനിയം വെക്കും. ഒരിക്കൽ ഒരു രാജാവ് അലുമിനിയത്തിന്റെ കിരീടം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും അയാളെ വലിയ അഹങ്കാരി എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? അക്കാലത്ത് സ്വർണത്തിന്റെ അത്രയും ഭൂമിയിൽ നിന്ന് കിട്ടാത്ത ലോഹമായിരുന്നു ഏത്? അലുമിനിയം. യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ പൊങ്ങി വന്നാൽ അൽഹംദുലില്ലാഹ്
നമുക്ക് ആർക്കും മക്കളെ 1000 പവൻ കൊടുത്ത് കെട്ടിക്കാം. എന്തുകൊണ്ട്? ഒരു വിലയുണ്ടാവില്ല. അന്ന് പുതിയാപ്പളമാര് പറയും എന്ത് വേണ്ട, സ്വർണം വേണ്ട. എന്തുകൊണ്ട്? വിലയില്ല. അന്ന് പട്ടിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ലോഹമായിരിക്കും എന്ത്? പറ, സ്വർണം. അങ്ങനെ വരുമ്പോൾ ആരാണ് അതിനു വേണ്ടി യുദ്ധം ചെയ്യുക? യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരും. അപ്പോൾ ലോകം മുഴുവനും അതിനു വേണ്ടി യുദ്ധം ചെയ്യും. ഒന്ന്, മലകൾ പോലെ ലോകത്തെവിടെയും സ്വർണ്ണമില്ല. 2, സ്വർണത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കുഴിച്ചെടുക്കും. അതെങ്ങാനും ഇങ്ങനെ മല പോലെ ആയാലോ അതിന് യാതൊരു വിലയില്ലാതെയോ. അപ്പോൾ ആധുനിക ലോകം ഉപയോഗിക്കുന്ന എന്തുകൊണ്ട് ആഭരണമാക്കാനും കൗതുക വസ്തുക്കൾ ഉണ്ടാക്കാനും അല്ലാത്ത ഒരു ഉപയോഗത്തിന് വേണ്ടിയും സ്വർണ്ണം ഉപയോഗിക്കൂല. ഒരു കാര്യത്തിന് ഉപയോഗിക്കൂല. ഏറ്റവും കൂടുതൽ വിപണിയിൽ നഷ്ടം വരാത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഒരു കാലത്ത് മാർക്കറ്റ് ഇടിയാത്ത ലോഹം ഇരുമ്പാണ്. എന്തുകൊണ്ട്? ഒരു കാലത്ത് മാർക്കറ്റ് ഇടിയാത്ത ലോഹം സ്വർണ്ണല്ല. സ്വർണത്തിന് ഒരു ഉപകാരമേ ഉള്ളൂ. എന്ത്? ആഭരണമാക്കുക. ആഭരണം ആക്കാൻ വേറെ ലോഹം വേണം. 916 ആണ് പ്രധാനപ്പെട്ട സ്വർണം. എന്താ 916? എന്താ 916? അറിയോ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. അറിയില്ലെങ്കിൽ അറിയില്ല എന്നറിയാം. പറ, അറിയോ? എന്നാ പറയാ. ജ്വല്ലറിക്കാർക്കും അറിയില്ല. എന്താ 916? 916 എന്നാൽ 91.6 മാത്രമേ അതിൽ സ്വർണമുള്ളൂ. ആ അളവിലെങ്കിലും ഉണ്ട്. അപ്പോൾ 8 മനസ്സിലായില്ലേ? അപ്പോൾ 8.4 അത് സ്വർണമല്ലാത്ത ലോഹങ്ങളാണ്. എന്തുകൊണ്ട്? ഇതിനെ ആഭരണമാക്കണമെങ്കിൽ കരുത്തില്ലാത്ത സാധനമാണ് എന്ത്? സ്വർണം. സ്വർണം പിടിച്ചാ പൊട്ടും. അതുകൊണ്ട് കരുത്തുള്ള ലോഹത്തെ 8.4 ആയി ചേർക്കും. അപ്പോൾ ഇതിന് കരുത്തുണ്ടാവും. 916 എന്ന് പറയാൻ കാരണം എന്താ? 991.6 എങ്കിലും ഇതിലെന്തുണ്ട്? എന്തൊരു മനുഷ്യന്മാരാണ്. 91.6 എങ്കിലും ഇതിലെന്തുണ്ട്? സ്വർണ്ണുണ്ട്. അതിന്റെ താഴെ ഉള്ള ആൾ അത്രേ ഉണ്ടാവില്ല. എന്നാൽ 100 ആയിക്കൂടെ? 100 ആഭരണാവൂല. എന്തുകൊണ്ട്? സ്വർണത്തിന് കരുത്തില്ല. സ്വർണം കൊണ്ട് വാളുണ്ടാക്കാൻ പറ്റൂല. സ്വർണം കൊണ്ട് വാളുണ്ടായാൽ മേസറ വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കരുത്ത് ആവശ്യമില്ലാത്ത ഒരൊറ്റ വാൾ വെള്ളിയാഴ്ച കത്തീബ് എടുക്കുന്ന വാളാണ്. ആ വാളിന് കരുത്തുണ്ടായിരുന്നെങ്കിൽ ഒരാൾ മൂപ്പരെ പിരിച്ചുവിടൂല. അതിന് കരുത്തില്ലാത്തതുകൊണ്ട് മാത്രമേ പിരിച്ചുവിടുന്നത്. ഖത്തീബ് എടുക്കുന്ന വാളിന് ഒരു കരുത്തുണ്ടാവില്ല. അങ്ങനെ ഒരു വാൾ ഉണ്ടാക്കാം, യുദ്ധത്തിൽ പറ്റൂല. എന്തുകൊണ്ട്? പൊക്കുമ്പത്തിന് പൊട്ടും. ആഭരണത്തിനല്ലാത്ത ഒരു ഉപയോഗത്തിനും പറ്റാത്ത ഒരു ലോഹമാണ് ഏത്? സ്വർണം. ഇരുമ്പോ? ഇരുമ്പില്ലാതെ ഇതുണ്ടാവില്ല. ഇരുമ്പില്ലാതെ ഇതുണ്ടാവില്ല. ഇരുമ്പില്ലാതെ ഇതിന്റെ ബട്ടൺ ഉണ്ടാവില്ല. ഏതോ ഇരുമ്പിന്റെ ഫാക്ടറിയിൽ രൂപകൽപ്പന ചെയ്തെടുത്തതല്ലേ എന്ത്? ഈ ബട്ടൺ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? പറ. ഇരുമ്പ് വേണം. ഇതുണ്ടാവണമെങ്കിൽ ഇരുമ്പ് വേണം. ഇതുണ്ടാവണമെങ്കിൽ ഇരുമ്പ് വേണം. അതുകൊണ്ട് വിപണിയിൽ മാർക്കറ്റ് ഇടിയാത്ത ലോഹമുണ്ടെങ്കിൽ അത് ഇരുമ്പാണ്. ഇരുമ്പ് എത്ര കുഴിച്ചെടുത്താൽ ആവശ്യം വരും. എന്തുകൊണ്ട്? ആയിരക്കണക്കായ കാര്യങ്ങൾക്ക് ഇരുമ്പിന് ആവശ്യമുണ്ട്. സ്വർണ്ണോ ആഭരണത്തിനല്ലാത്ത ഒന്നിനും ആവശ്യമില്ല. അതുതന്നെ ലഭ്യത അധികരിച്ചാൽ മാർക്കറ്റ് ഉണ്ടാവില്ല. അതേ സമയത്ത് ശ്രദ്ധിക്കണം, ലോക ചരിത്രത്തിൽ ഒരിക്കലും മാർക്കറ്റ് ഇടിയാത്ത ഒരു സാധനമുണ്ടെങ്കിൽ അത് പെട്രോളിയം മാത്രമാണ്. എന്തുകൊണ്ട്? പെട്രോളിയം ബന്ധപ്പെടാത്തൊരു സാധനവും ഇന്ന് ലോകത്തില്ല.
എന്തും. അത് എവിടെ നിന്ന് കുഴിച്ചെടുത്തു, അതിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ, ആ ഒരു സാധനം കൊണ്ടുണ്ടായ ലോകത്തെ മാറ്റങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുള്ള ആ സ്വർണം പിൽക്കാലഘട്ടത്തിൽ മാനവരാശിയുടെ മുഴുവനും പ്രശ്നങ്ങൾ, മാനവരാശിയുടെ ഇന്നത്തെ എല്ലാ കാര്യവും, ഇന്നൊരു ശരാശരി ഒരു മനുഷ്യൻ ഒരു ദിവസം ആ ശരാശരി 6000 വസ്തുക്കളെങ്കിലും പെട്രോളിയം വസ്തുക്കളായി മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. 6000. ഉദാഹരണം പറയാം, ഒരാൾ രാവിലെ എണീറ്റാൽ ആദ്യം എടുക്കുന്ന ഒരു ബ്രഷാണ്. ബ്രഷ് പെട്രോളിയത്തിൽ നിന്നുള്ളതാണ്. പിന്നെ ആ ബ്രഷിൽ തേക്കുന്ന ഒരു പേസ്റ്റാണ്. പേസ്റ്റ് പെട്രോളിയത്തിൽ നിന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എല്ലാം 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 പേസ്റ്റ് പെട്രോളിയത്തിന്റെ ഉൽപ്പന്നമാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം, നാം അണിയുന്ന വസ്ത്രം, ആ അണിയുന്ന വസ്ത്രത്തിൽ കോട്ടണിൽ പോലും വലിയ ഒരു ശതമാനം നൈലോണാണ്. നൈലോണിന്റെ ഉത്ഭവം പെട്രോളിയമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പാചക എണ്ണകൾ നല്ലൊരു ശതമാനവും പെട്രോളിയത്തിൽ നിന്നെടുത്തതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് പൂർണ്ണമായും പെട്രോളിയമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ പെട്രോളിയം ഉൽപ്പന്നമാണ്. മനുഷ്യരാശിക്ക് എടുത്താലും ആവശ്യം തീരാത്ത ഒരു ലോഹം, ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ഇന്ന് ആധുനിക ലോകത്തെ പെട്രോളിയമാണ്. അതല്ലാത്ത ഒന്നുമില്ല. എല്ലാം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നവരെല്ലാം, നിങ്ങൾ ഈ കാണുന്ന ഗ്ലാസുകൾ, ഈ ഗ്ലാസ്സിൽ വലിയൊരു ശതമാനവും പെട്രോളിയം ഉൽപ്പന്നമാണ്. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് മുതൽ, എന്തിന് ഇത്, ഈ സാധനത്തിന്റെ ഗ്ലാസ്, ഇത് ഗ്ലാസ് അല്ല, ഇത് പെട്രോളിയാണ്. ഇതിന്റെ കാല്, ഇത് പെട്രോളിയം ഉൽപ്പന്നമാണ്. ഇതിന്റെ മുകളിലുള്ള പെയിന്റ് മുഴുവൻ പെട്രോളിയമാണ്. എല്ലാം ഈ കുപ്പി, ഇത് പെട്രോളിയമാണ്. ഇത് നമ്മൾ ഇന്ന് കാണുന്നതിൽ വലിയ ഒരു ശതമാനവും രൂപപ്പെട്ടു വന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. എല്ലാ സാധനങ്ങളും സാധാരണഗതിയിൽ 6000-ഓളം വസ്തുക്കളാണ് മനുഷ്യൻ പെട്രോളിയത്തിൽ നിന്ന് മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്നത്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകൾ ഏത് ഉന്നതനാണെങ്കിലും അവരുപയോഗിക്കുന്ന വാച്ചുകൾ നല്ലൊരു ശതമാനം പെട്രോളിയം ഉൽപ്പന്നമാണ്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ബോൾ പെന്ന് പെട്രോളിയത്തിന്റെ ഉൽപ്പന്നമാണ്. മഷി ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. അങ്ങനെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കാറുകൾ, ആ കാറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് വേണ്ട, യൂഫ്രട്ടീസിൽ ആദ്യമായി പെട്രോളിയം കണ്ടെത്തുന്നത് 1902-ലാണ്. വിമാനമുണ്ടാകുന്നത് 1903-ലാണ്. നിങ്ങളിന്റെ കൂടെ ഇല്ല. യൂഫ്രട്ടീസിൽ ആദ്യമായി പെട്രോളിയം കണ്ടെത്തുന്നത് 1902-ലാണ്. ആദ്യത്തെ വിമാനം 1903-ലാണ്. ഒന്നാം ലോക മഹായുദ്ധം 1914-ലാണ്. എന്തിന്, എവിടെയാണ് പരിക്കുണ്ടാക്കിയത്? പശ്ചിമേഷ്യയിൽ. എന്തേ പശ്ചിമേഷ്യ? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായത്? ശ്രദ്ധിക്കണേ. ഉണ്ടായത് പെട്രോളിയം രാജ്യങ്ങളെല്ലാം അമേരിക്കയും ബ്രിട്ടനും സ്വന്താക്കി. എന്നിട്ട് അവർ വീതം വെച്ചു കൊടുത്തു. ഇന്നത്തെ സൗദി ആണെങ്കിലും, ഇന്നത്തെ UAE ആണെങ്കിലും, ജോർദാൻ ആണെങ്കിലും, മറ്റേത് രാജ്യം എടുത്ത് പരിശോധിച്ചാലും ആ രാജ്യങ്ങളെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും ബ്രിട്ടനും ഇവർക്ക് എഴുതി കൊടുത്തതാണ്. അത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൈവശമായി മാറി ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി. വളരെ നിങ്ങൾ ചിന്തിക്കണം. സത്യത്തിൽ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഇടയിലുണ്ടായ ഒരു പ്രശ്നത്താൽ ഉണ്ടായിത്തീർന്നതാണ്. നിങ്ങൾ ചിന്തിക്കണം. ഒന്നാം ലോക മഹായുദ്ധം. എന്നിട്ട് അതിലേക്ക് വലിച്ചിറക്കി ആരെ? തുർക്കിയെ. തുർക്കി ഇതിൽ യുദ്ധത്തിനിറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, വലിച്ചിറക്കി തുർക്കിയെ. അപ്പൊ പിന്നീട് യുദ്ധം നടന്നത് ആരോടാണ്? തുർക്കിയോടാണ്. തുർക്കി അടിസ്ഥാനപരമായി ഇതിൽ ശത്രുവല്ല, വലിച്ചിറക്കി. എന്തുകൊണ്ട്?
പെട്രോളിയം രാജ്യങ്ങൾ മുഴുവനും ആരുടെ കീഴിലായിരുന്നു? തുർക്കിയുടെ. ആ തുർക്കിയുടെ പ്രദേശങ്ങൾ മുഴുവനും അമേരിക്കയും ബ്രിട്ടനും എടുത്തു. എന്നിട്ട് അവരുദ്ദേശിക്കുന്നവർക്ക് അത് വീതം വെച്ചു കൊടുത്തു. ആ രാജ്യങ്ങളിലെ എല്ലാ കൈകാര്യ അധികാരവും അമേരിക്കയും ബ്രിട്ടനും ഏറ്റെടുത്തു. അതോടുകൂടി ഈ രാജ്യങ്ങളുടെ വരുമാനം മുഴുവനും ആ രാജ്യങ്ങൾക്കായി. അവിടെ നിന്ന് പെട്രോളിയം കണ്ടെടുത്തു. ഒരു നിലക്ക് നമ്മൾ ആലോചിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത് തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ പെട്രോളിയം കണ്ടെത്തി 902 എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്നിട്ട് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. 902 ആദ്യമായി ഇറാനെ പ്രവിശ്യയിൽ നിന്ന് യൂഫ്രട്ടീസ് തടത്തിൻ്റെ പരിധിയിൽ നിന്ന് പെട്രോളിയം കുഴിച്ചെടുക്കുന്നത്. അതോടുകൂടി എന്തുണ്ടായി എന്നാൽ പിന്നെ തുർക്കി ഭരണാധികാരിയെ നാട് കടത്താനുള്ള എല്ലാ പണിയും ഇവർ ചെയ്തു. 904 ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഉപജ്ഞാതാവായ തിയഡോർ ഹഡ്സൽ തുർക്കി ഭരണാധികാരിയോട് ഞങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ ഒരു രാജ്യം ഇസ്രായേലിന് വേണ്ടി വിട്ടുതരണം എന്ന് പറയുന്നുണ്ട്. അതിന് അയാൾ സമ്മതിച്ചില്ല. പിന്നെ എന്താ ഉണ്ടായത്? 908 അയാളെ ഗ്രീസിലേക്ക് നാട് കടത്തി ഒരു പാവ സർക്കാരിനെ നിയോഗിച്ചു. ആ പാവ സർക്കാരിനെ പിന്നെ ജർമ്മനിയുടെ കൂടെ കൂട്ടി. 914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. 914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിട്ട് 917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ആരുമാണ് പ്രധാനമായ യുദ്ധം? ബ്രിട്ടനും ജർമ്മനിയും. 17 കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടായത് നഷ്ടപ്പെട്ടത് ഏതാ ഭൂമി? ജർമ്മനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല, ബ്രിട്ടനും നഷ്ടപ്പെട്ടില്ല. 2 കൊല്ലം കൊണ്ട് ജർമ്മനിയും ബ്രിട്ടനും ഒന്നായി. നഷ്ടം എവിടെ ഉണ്ടായത്? പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ. എന്താണ് അവിടെ നഷ്ടപ്പെട്ടത്? പെട്രോളിയം ഭൂമി. അന്ന് മുതൽ ഇന്ന് വരെയും ആ ഭൂമിയിലെ അധികാരം നിയന്ത്രിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടുത്ത കാലത്തെങ്ങാനും ഈ ഇസ്രായേലും അല്ലെങ്കിൽ ഫലസ്തീനും തമ്മിലുള്ള ഈ പ്രശ്നം അവസാനിക്കുമെന്ന്? ഒരിക്കലുമില്ല. നോം ചോംസ്കിയെ നിങ്ങൾക്കറിയാമല്ലോ. നോം ചോംസ്കിയുടെ പുസ്തകത്തിൻ്റെയും പ്രസ്താവനയുടെയും ധാരാളം ഏരിയകൾ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും സിയോണിസ്റ്റുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം ഇല്ലാതാവുകയേ ഇല്ല. ഏത് കാലത്തും സിയോണിസ്റ്റ് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം ഇല്ലാതെയാവണമെങ്കിൽ ഹിജാസിലും ഇറാനിലും ഇറാഖിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തീരെ ഇല്ലാതാകണം. അതിന് ലോകാവസാനം വരെ ഈ സാധനങ്ങൾ ഇവിടെ ഇല്ലാതാവുകയില്ല. അതേത് കാലത്തും ഉണ്ടാവും. 3 സാധനമാണ് പെട്രോളിയത്തിൽ ഉണ്ടാവുക. ഒന്ന്, മുകളിൽ നിൽക്കുന്ന ഗ്യാസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്യാസ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്ന രാജ്യരാ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്യാസ്, പ്രകൃതി ഗ്യാസ് കയറ്റിവിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഖത്തറാണ്. ഖത്തറിന് എന്തില്ല? പെട്രോൾ ഇല്ല, പെട്രോളിയം ഉണ്ട്. മനസ്സിലായില്ല? അതായത് ഈ ലിക്വിഡ് പെട്രോളിയവും മുകളിൽ നിൽക്കുന്ന ഗ്യാസും എല്ലാം പെട്രോളിയത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഖത്തർ ഒരു പെട്രോളിയം രാജ്യമാണ്. ഹിജാസ് ഒരു പെട്രോളിയം രാജ്യമാണ്. ഇറാഖ് ഒരു പെട്രോളിയം രാജ്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ പ്രശ്നം തീർന്നിട്ടില്ല. തീർച്ചയായും ഞങ്ങൾ പെട്രോളിന് വേണ്ടി മാത്രമാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അമേരിക്കൻ ഭരണാധികാരികളുടെ ധാരാളം സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുത ഒന്നാണ്. എന്താ പ്രശ്നം? നമ്മുടെ ഏറ്റവും വലിയ ശാപം പെട്രോളിയമാണ്. ആ പെട്രോളിയം ഇല്ലാതാകാത്ത അത് ഭൂമിയിൽ ഇല്ലാതാകുന്ന ഒരു കാലം വരുന്നത് വരെയും മുസ്ലിം ലോകത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുകയേയില്ല. എന്തുകൊണ്ട്? ഇത്രയേറെ ലാഭമുണ്ടാക്കുന്ന ഒരു സാധനം മനുഷ്യ ചരിത്രത്തിൽ വേറെയില്ല. 902 ആണ് സൗദികൾ ഹിജാസ് പിടിച്ചടക്കാൻ ഒരുങ്ങുന്നത്. പെട്രോളിയം കണ്ടുപിടിക്കുന്നതോ 902. സൗദികളുടെ യുദ്ധം ആരംഭിക്കുന്നത് 902.
നിങ്ങൾ ആലോചിക്കുക. പിന്നെ അവിടെ നിന്നുണ്ടായ മാറ്റങ്ങൾ മുഴുവനും, പിന്നെ അവർ കൊടുത്ത രാജ്യങ്ങളിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ സാധാരണയായി പറയുമല്ലോ, എന്തുകൊണ്ട് ഈ പലസ്തീൻ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനം അറബികൾക്ക് എടുത്തുകൂടാ, അറബികൾക്ക് എടുക്കാൻ കഴിയൂല? എന്തുകൊണ്ട്? അറബികൾക്ക് ബ്രിട്ടൻ കൈവശം കൊടുത്ത ഭൂമിയിൽ മാത്രമാണ് സത്യത്തിൽ ഇന്ന് അവർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി വിരാജിക്കുന്നത്. അതേത് അറബ് രാജ്യവും അങ്ങനെയാണ്. നിലവിലുള്ള ഒരു അറബ് രാജ്യത്തിനും മുസ്ലിം ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ രാജ്യം പെട്രോളിയം രാജ്യങ്ങളാണ്. ആ പെട്രോളിയം രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും അടിമകൾ മാത്രമാണ്. ഈ പുസ്തകം അതിമനോഹരമായി ഈ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകളെ നമ്മൾ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. ആരെടുത്താലും പിഴവ് സംഭവിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി അടക്കം രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നത്? ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയെ, അങ്ങ് മരണപ്പെട്ടാൽ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആദ്യം മരണപ്പെടുക? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അത്വലുക്കുന്ന യദൻ, നിങ്ങളിൽ ഏറ്റവും കൈ നീളമുള്ള ആളായിരിക്കും. ആരോടായി ഇത് പറയുന്നത്? ആയിഷ ബീവിയോട് അടക്കം. ആയിഷ ബീവി ആരാ? 4 മദ്ഹബിന്റെയും ഇമാമിങ്ങളുടെ ഉസ്താദുമാർ ആയിഷ ബീവിയിലാണ് എത്തിച്ചേരുന്നത്. ആയിഷ ബീവിയെ പോലെ ഒരു പണ്ഡിത മുസ്ലിം ലോകത്ത് ഇല്ല. ഈ ഹദീസിന്റെ റിപ്പോർട്ടർ ആരാ? 1420 ഹദീസായി സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ മരിച്ചാൽ ആദ്യം മരിക്കുന്ന ആളാരാ? അപ്പോൾ പെണ്ണുങ്ങൾ, നബി പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ കൈ നീളമുള്ള ആൾ. അപ്പോൾ പെണ്ണുങ്ങൾ പോയിട്ട് ഒരു ഈത്തപ്പനയുടെ കഷ്ടം കൊണ്ടുവന്നു. എന്നിട്ട് കൈ അളന്നു നോക്കി. അപ്പോൾ ഏറ്റവും വലിയ കൈ ആർക്കാണ്? സൗദാ ബീവിക്കാണ്. അപ്പോൾ സൗദാ ബീവി എന്ത് തീരുമാനിച്ചു? ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന സന്തോഷം. നബിയോട് ആദ്യം ചേരുന്നത് ഞാനാണ്, ആദ്യം മരിക്കുന്നത് ഞാനാണ്. സന്തുഷ്ടയായി ആര്? സൗദാ ബീവി. എന്നാൽ ആദ്യം മരിച്ചത് സൈനബ് ബിൻത് ജഹ്ഷാണ്. കാരണം അപ്പോൾ ഞങ്ങൾക്കാകെ പേടിച്ചു. ആരാ പറയുന്നത്? ആയിഷ ബീവി. ആരാ ആയിഷ ബീവി? ആയിഷ ബീവിയെ പോലെ വിവരസ്ഥൻ ലോകത്തുണ്ടാ? 4 ഇമാമിയങ്ങളുടെയും വിജ്ഞാനം ആരിലാണ് എത്തിച്ചേരുക? ആയിഷ ബീവിയിൽ. ആയിഷ ബീവിക്ക് പിഴച്ചു. ഏത് വ്യാഖ്യാനത്തിൽ? ഹദീസ് വ്യാഖ്യാനത്തിൽ. എന്താ പറഞ്ഞത്? ഞങ്ങളിൽ ആദ്യമായി ആര് മരിക്കും? നിങ്ങളിൽ അത്വലുക്കുന്നയതൻ, കൈ നീളമുള്ള ആൾ. ഞങ്ങൾ കൊണ്ടുവന്ന് കൈ അളന്നു. അപ്പോൾ സൗദയുടെ കൈയാണ് നല്ലത്. അപ്പോൾ സൗദ പറഞ്ഞു, എനിക്ക് ആദ്യം മരിക്കാലോ. ഓ സന്തോഷം. പക്ഷെ ആദ്യം മരിച്ചത് സൈനബ് ബിൻത് ജഹ്ഷ. അപ്പോൾ ഞങ്ങൾ അത്വലുക്കുന്ന യദൻ എന്ന ആ വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചപ്പോൾ പിടികിട്ടി. സൈനബ് ബിൻത് ജഹ്ഷന് സ്വഭാവമുണ്ട്, ഒരു പൈസ കയ്യിൽ നിൽക്കൂല. ഇങ്ങനെ 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 ഇങ്ങനെ. മരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം 12,000 ദിർഹം കൊടുത്തയച്ച ഉമർ ബിൻ ഖത്താബ് നബിയുടെ ഭാര്യമാർക്ക് ഖജനാവിന്ന് 12,000 ദിർഹം കൊടുത്തയച്ചു. ചില്ലറ ദിവസം കഴിഞ്ഞ് സൈനബ് മരിച്ചു. വീട്ടിൽ കയറി നോക്കുമ്പോൾ ഒരു പൈസ ഇല്ല. സൈനബ് കഴിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? എത്ര തലേ ദിവസം ചില്ലറ ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തയച്ചു 12,000 ദിർഹം. ആര്? ഖലീഫ. ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ആര്? സൈനബ് ബിൻത് ജഹ്ഷ്. പൊരേ നോക്കുമ്പോൾ ഒരു സ്വർണ്ണമില്ല, ഒരു നാണയമില്ല. എന്തേ? അത്വലുക്കുന്ന യദൻ തന്നെ. ഇപ്പോൾ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോൾ ആർക്ക് പേച്ചു? സ്വഹാബികൾക്ക് വെച്ചു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വെച്ചു, ആയിഷ ബീവിക്ക് വെച്ചു. അപ്പോൾ അതിന്റെ കേവലം ലിറ്റററി മീനിങ്ങിലൂടെ പോയാൽ പേക്കൂലാന്ന് പറയുന്ന പണ്ഡിതൻ അയാളെപ്പോലെ പേച്ച ആൾ വേറെ ആരാ? ദജ്ജാൽ ഹിമാറിന്റെ പുറത്താണ് യാത്ര ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ. ബൈന ഉദ്നൈഹി 70 ദിറാഅ, ഒരു കൈതപ്പുറത്താണ് ദജ്ജാൽ വരിക. റസൂലുള്ള പറയാ, അതിന്റെ 2 ചെവികൾക്കിടയിൽ 70 മുഴമുണ്ടാവും. ഓഹോ, അപ്പൊ എത്ര വലിയ ഹിമാറായിരിക്കണം? .
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്താ പറഞ്ഞേ? കൈതപ്പുറത്ത് ദജ്ജാൽ വരിക. 2 ചെവികൾക്കിടയിൽ എത്ര ഉണ്ടാവും? 70 മുഴം. അപ്പോൾ ഹിമാർ എത്ര ഉണ്ടാവണം? 2 ചെവികൾക്കിടയിലുള്ള നീളെത്ര? അകലം. അപ്പൊ ഈ ചെവി ഏറ്റി നടക്കാൻ 25 ആള് വേറെ വേണ്ടി വരുമല്ലോ. എന്നിട്ടത് മേഘത്തെ മറികടക്കുന്ന സ്പീഡായിരിക്കും, ഓട്ടിച്ചു പറക്കും. ആര്? ഈ കഴുതയുടെ 2 ചെവികൾക്കിടയിൽ എത്ര അകലം? 70 മുഴം. 70 മുഴമുള്ള ഒരു കഴുത ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഇത്ര വലിയ കഴുത ആയിരിക്കും. അപ്പൊ അന്ന് നബി വരുന്ന ദജ്ജാൽ വരുന്ന കാലത്ത് അങ്ങനത്തെ ഒരു കഴുത ഇറങ്ങുമായിരിക്കും. നടത്തത്തിൽ ഏറെ വേഗത കുറഞ്ഞ ജീവിയാണ് ഏത്? പറ. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്ക്. ചെവി തെറ്റിപ്പോയത്. വേഗതയിൽ ഏറ്റവും വേഗത കുറഞ്ഞ ജീവിയാണ് കഴുത. എന്നിട്ട് നബി പറയാണ് ഈ വാഹനം മേഘത്തേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കും. അതെങ്ങനെയാ? അപ്പൊ ഏതായിരിക്കും ഈ വാഹനം? വിമാനം. ബോയിങ് 747. അത് 2 ചിറകിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ 68.7. അപ്പൊ കൃത്യം മനസ്സിലായി ദജ്ജാലിന്റെ വാഹനം. നിങ്ങളിന്റെ കൂടെ ഇല്ല. ബോയിങ് 747ന്റെ 2 ചിറകുകൾ ബൈന ഉദുനൈഹിയ. ഈ ഉദിന് മുതൽ ഈ ഉദിനിന്റെ അഗ്രം മുതൽ ഈ ഉദിനിന്റെ അഗ്രം വരെ എത്രയാ? പറ, എത്ര മുഴ, എത്ര മീറ്ററാ? 68.7. ഇത് 70 ആകാം, അതിന്റെ അപ്പുറം ആകാം. അപ്പൊ ഇന്നത്തെ ബോയിങ്ങിനേക്കാൾ ലേശം കൂടിയുള്ള ഒരു ബോയിങ് നിങ്ങളിന്റെ കൂടെ ഉണ്ടാ. പിന്നെ ഈ വാഹനത്തിന് കഴുത എന്ന് പറയാൻ കാരണം എന്താ? സഞ്ചരിക്കണവരൊക്കെ കഴുതയാവും. അപ്പോൾ ആ വാഹനത്തിന് കഴുത എന്ന് പറയും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിക്ക് നമ്മൾ തീട്ട വണ്ടി എന്ന് പറയുമല്ലോ. വണ്ടി തീട്ടമായത് കൊണ്ടാണോ? പിന്നെന്തുകൊണ്ടാ? തീട്ടം. നാട്ടിലുള്ള എല്ലാ ക്ലോസറ്റിന്റെയും അടിയിലുള്ള വാരിയിട്ട് എന്തിനു ഈ വണ്ടിയിലിടും. ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളെ ചേർത്ത് വണ്ടിക്ക് പേരിടും. ഒരു എല്ല് ലോറി എന്ന് പറയും. എല്ലുകൊണ്ടിരിക്കാനും ലോറി ഉണ്ടാവും. മനസ്സിലായില്ല? ആ എല്ല് ലോറിയെ വെട്ടിച്ച് പോയിട്ടില്ലെങ്കിൽ മൂക്കടക്കും. എല്ല് ലോറിയാണ്. എല്ല് ലോറിയാ, എല്ലുകൊണ്ട് ലോറി ഉണ്ടാവും. ഒന്ന് പറയടോ. പിന്നെന്തേ ആ ലോറിയിലുള്ളത്? പറ. എല്ലുകളായതുകൊണ്ട് വണ്ടിക്ക് എല്ലുകൊണ്ട് പേരിട്ടു. ദജ്ജാലിന്റെ വണ്ടിയിലുള്ളതും ഒക്കെ കഴുതകളായിരിക്കും. കഴുതക്ക് 2 ലക്ഷ്യമുള്ളൂ. ഒന്ന് ഭുജിക്കണം, ഒന്ന് ഭോഗിക്കണം. ഈ കൗമിനും അതേ ഉള്ളൂ. ആധുനികന് ഇതല്ലാത്തൊരു പരിപാടിയില്ല. ആധുനിക മനുഷ്യന് തിന്നണം, ഭോഗിക്കണം എന്നല്ലാത്തൊരു ചിന്തയും ആധുനിക മനുഷ്യനില്ല. കഴുതക്കും അതേ സ്വഭാവമാണ്. കഴുതയെ സംബന്ധിച്ചിടത്തോളം തിന്നണം, ഭോഗിക്കണം, ലൈംഗിക ചോദന. മനസ്സിലായില്ല? തീറ്റയും ലൈംഗിക ചോദനയും ഇല്ലാത്ത ഒരു താല്പര്യമില്ലാത്തൊരു ജീവിയാണ് ഏത്? എന്തൊരു മനുഷ്യന്മാരായിപ്പോയി. നിങ്ങളോടാണല്ലോ അത് പറഞ്ഞു പോയത്. ലൈംഗികാവയവം ജീവികളെ കൂട്ടത്തിൽ ലൈംഗികാവയവത്തിന് ഏറ്റവും കൂടുതൽ വണ്ണവും വലിപ്പമുള്ള ജീവി ഏതാ? കഴുത. എന്തുകൊണ്ട്? കഴുതയുടെ അളവിലല്ല കഴുതയ്ക്ക് ലൈംഗികാവയവം. എന്തുകൊണ്ട്? അതിന് വല്ലാത്തൊരു ലൈംഗിക ചോദനയാണ്. തീറ്റയ്ക്ക് കണക്കില്ല, ഭോഗത്തിനോ കണക്കില്ല. അതുകൊണ്ട്
ആധുനിക ലോകത്തെ മനുഷ്യന് ഇതേയാണ് ചിന്ത, ഒന്ന് തിന്നണം, ബോധിക്കണം. അതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള 810 കോടി ജനങ്ങളിൽ ഭൂരിഭാഗവും കഴുതയാണ്. അപ്പോൾ നമ്മൾ കയറുന്ന വണ്ടിയൊക്കെയും കഴുതയാണ്. അപ്പോൾ എല്ലാ വിമാനവും കഴുതയാണ്, എല്ലാ തീവണ്ടിയും കഴുതയാണ്, എല്ലാ കാറും കഴുതയാണ്. അതിൽ ഏറ്റവും വലിയ കഴുത ഏത്? ദജ്ജാലിന്റെ വാഹനം. കാരണം ദജ്ജാലിനെ പോലത്തെ ഒരു കഴുത വേറല്ല. അല്ലാതെ നിങ്ങൾ കഴുതയെ അളക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് പിഴക്കുന്നല്ലാതെ ഉണ്ട്. എല്ലാ ഹദീസുകളിലും അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് വളരെ വിനയത്തിലും താഴ്മയിലും എനിക്ക് പറയാനുള്ളത്. നമ്മൾ വളരെ വലിയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് നമ്മളെപ്പോലെ വേറൊരാൾക്ക് പഠനമില്ല, ആവശ്യമില്ല. ബുഖാരി ഇമാമിൻ്റെ കാലത്ത് ആറ്റം ബോംബിൻ്റെ ഒരു ഹദീസ് ബുഖാരി ഇമാം റിവായത്ത് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ആറ്റം ബോംബാണെന്ന് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിന് ഇല്ല. ആ ബാധ്യത നമുക്കല്ലത്. അതുകൊണ്ട് മാനവരാശിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ഈ പുസ്തകം വിശദീകരിക്കുന്നത്. ഒരാൾക്കും ഈ പുസ്തകത്തെ തൊട്ട് ഓടിക്കളയാൻ സാധ്യമല്ല. ഹദീസിനും ഖുർആനും അതിൻ്റെ സാമ്പ്രദായിക അർത്ഥങ്ങൾ വെച്ച് മാത്രം മുന്നോട്ട് പോയാൽ നമ്മൾ വലിയ ചതിയിൽ അകപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടുണ്ടായ യുദ്ധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മാനവരാശിയിലെ 90% ആളുകൾ കൊല ചെയ്യപ്പെട്ടത് 902 ശേഷമുള്ള 2024 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമാണ്. കണക്കുകൾ കൃത്യമായി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 99% ജനങ്ങളും ഈ ഒരു സാധനം കാരണമായി കൊല ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ വ്യക്തമായി ഹദീസിൽ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊന്നും അല്ലാതെ തന്നെയുണ്ട്.